നമസ്കാരം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഹെൽത്ത് ഇൻഷുറൻസ്. എൻ്റെ കൂടെ വിജയകുമാർ സാറുണ്ട്. അപ്പം വർഷങ്ങളായിട്ട് ഈ ഹെൽത്ത് ഇൻഷുറൻസ് നിലവിലുണ്ടോ, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് തുടങ്ങിയൊരു ബിസിനസ് ബൂമാണോ ഈ ഹെൽത്ത് ഇൻഷുറൻസ്? അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണിത്? എപ്പോൾ മുതലാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആളുകൾ അവെയർ ആയത്, എടുക്കാൻ തുടങ്ങിയത്, കോമൺ ആയത്? ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. ദാറ്റ് ഓൾമോസ്റ്റ് 70% ഹോസ്പിറ്റലൈസ്ഡ് പേഷ്യന്റിന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഇന്ത്യയിലില്ല. അത് മാറ്റാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്യുന്നുണ്ട്. ഇൻഫാക്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യൻ ഇൻഷുറൻസ് റെഗുലേറ്ററിൻ്റെ വലിയ ലക്ഷ്യം തന്നെ 2047 എല്ലാവർക്കും ഒരു ഇൻഷുറൻസ്, എല്ലാ ഇന്ത്യ പൗരനും ഒരു ഇൻഷുറൻസ് വേണമെന്നുള്ളതാണ്. ബി ഇൻഷുർഡ് ബൈ 2047 വലിയൊരു ഗോളാണ്. പക്ഷെ അത് വലിയ ബിക്കോസ് ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ് 100 വർഷത്തിനുള്ളിൽ എല്ലാ ഇന്ത്യക്കാരനും ഒരു ഇൻഷുറൻസ് വേണമെന്നുള്ളതാണ്. നമുക്ക് ഒരു സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം ഇല്ല ഇന്ത്യയിൽ. അല്ലെ, ഗവൺമെന്റ് ഇൻഷുറൻസ് എന്നുള്ള പോളിസി ഒന്നും നടക്കാറുണ്ട്. അവർ ട്രൈ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ലോകത്തെ ഏറ്റവും വലിയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഇന്ത്യയിലാണ്. ഫ്രീ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം PMJAY എന്ന് പറഞ്ഞ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്കീം. കേരളത്തിൽ കാരുണ്യ മെഡിക്കൽ ഇൻഷുറൻസ് എന്നറിയപ്പെടുന്ന സ്കീം ഓൾമോസ്റ്റ് 11 കോടി ഇന്ത്യൻ ജനങ്ങളെ ഫ്രീ ഹെൽത്ത് ഇൻഷുറൻസ് അപ് ടു 5 lakh rupees കവർ ചെയ്യുന്നുണ്ട്. ബട്ട് അതിനൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. അത് BPL കുടുംബത്തിന് മാത്രമാണ് എലിജിബിൾ. അപ്പം BPLകാർക്ക്, ഇന്ത്യയിലെ ഏറ്റവും പാവപ്പെട്ട ആൾക്കാർക്ക് ഗവൺമെന്റ് ഫ്രീ ഹെൽത്ത് ഇൻഷുറൻസ് അപ് ടു 5 lakh rupees തരുന്നുണ്ട്.